ഇത്തരത്തിലുള്ള പരാതികളുടെ പശ്ചാത്തലത്തിലാണ് ഇന്ന് രാവിലെ കളക്ട്രേറ്റിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ആലോചന യോഗം വെച്ചിട്ടുള്ളത്. ഞങ്ങൾ ഈ ലഘൂകരണത്തിൻ്റെ ഭാഗമായി 45 ദിവസം നീണ്ടു നിൽക്കുന്ന തീവ്രയജ്ഞ പരിപാടിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. അത് ഈ 30-ാം തീയതി ആകുമ്പോഴേക്കും അത് പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ പ്രധാനമായും വനംവകുപ്പ് എന്തെങ്കിലും ചെയ്യാമെന്നുള്ളതല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവരുടെ ഒരു കൂട്ടായ്മ ഇതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടുള്ള ഒരു പരിപാടിക്കാണ് രൂപം നൽകിയിട്ടുള്ളത്. പിന്നെ അങ്ങനെ വരുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്, ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എന്താണ്, ജില്ലയിലെ ചുമതലയുള്ള മന്ത്രിയുടെ അധ്യക്ഷതയിലാണ് ആ കമ്മിറ്റി. ആ കമ്മിറ്റിയിൽ ഉദ്യോഗസ്ഥന്മാർ മാത്രമാണുള്ളത്. ആ സമയത്ത് ആലോചിച്ചിട്ട് ചെയ്യാൻ, പിന്നെ അവർ ജനപ്രതിനിധികളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള അങ്ങനെ ഒരു പരിപാടി നമ്മൾ ആൾക്കൊരു ഇടുക്കിയിലെ പ്രശ്നങ്ങൾ നിങ്ങളിവിടെ ഉന്നയിച്ച പോലെ തന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉണ്ടാക്കുന്നതാണ്. അത് പരിഹരിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു മരണം അവിടെ RRT സംഘം രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. അവർക്ക് പക്ഷേ വേണ്ടത്ര രീതിയിലുള്ള എക്യുപ്മെന്റ്സ് അവരുടെ കയ്യിലില്ല എന്നതാണ് അവരുടെ ഒരു പരാതി. ആനയെ ഓടിക്കാൻ പടക്കം മാത്രമാണ് ഉള്ളത്. അല്ല, ആ പരാതി ഇന്നവർ പറയല്ലോ, അവരുടെ ഭാഗം കേൾക്കാനാണ്. നമ്മളങ്ങോട്ട് എന്തെങ്കിലും അടിച്ചേൽപ്പിക്കാനല്ല. അവരുടെ ഭാഗം കേൾക്കണം, ജനപ്രതിനിധിയുടെ ഭാഗം കേൾക്കണം, റവന്യൂവിൻ്റെ ഭാഗം, പോലീസിൻ്റെ ഭാഗം എന്നുള്ളത് കേൾക്കണം. അത് കേട്ടിട്ട് ഫലപ്രദമായി ചെയ്യേണ്ട കാര്യമുണ്ട് എന്നുള്ള ബോധ്യമുണ്ട്. അതെങ്ങനെ എപ്പോൾ ഏത് വിധത്തിൽ ചെയ്യണമെന്ന് മാത്രമാണ് നമ്മൾ ഇന്ന് ആലോചിക്കുക. RRT പല സ്ഥലത്തും അനുവദിച്ചു, പക്ഷെ അതിനുള്ള സംവിധാനം ആകെ കൊടുത്തിരിക്കുന്ന വാഹനം മാത്രമാണ്. ഒരു പമ്പ് ആക്ഷൻ ഗണ്ണില്ല ഈ ആനയെ വിരട്ടി ഓടിക്കുന്നത്. ആവശ്യത്തിന് പടക്കമില്ല. ഈ ആനയ്ക്ക് മുന്നിലേക്ക് പോകുന്ന ജീവനക്കാരുടെ സുരക്ഷ കൂടി ഉറപ്പാക്കണ്ടേ? തീർച്ചയായിട്ടും അതാ പറഞ്ഞാൽ അവരുടെ ഭാഗം കൂടി കേൾക്കണം. അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് നിങ്ങളെല്ലാം ഉന്നയിക്കുന്ന പോലെ അവരുടെ സുരക്ഷ ഉറപ്പാക്കിയാലേ അവർ ധൈര്യപൂർവ്വം രംഗത്തിറങ്ങുകയുള്ളൂ. അപ്പോൾ അവരുടെ ജീവന് സംരക്ഷണം കൊടുക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളില്ലാതെ അവരോട് കർശനമായി കൈകാര്യം ചെയ്യണമെന്ന് വെറുതെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല എന്നുള്ളത് തന്നെയാണ്. അവർക്ക് ആവശ്യമായ സൗകര്യം അപ്പോൾ എല്ലാ ജില്ലയിലും നടക്കുകയാണ്. ഓരോ ജില്ലയിലെയും ആവശ്യങ്ങൾ എന്താണ് ഏതാണ് എന്ന് ഒരു തുറന്നു പറയാനുള്ളൊരു അവസരം ഉണ്ടായി കൊടുക്കണം മന്ത്രിക്ക്. നമ്മൾ കഴിഞ്ഞ വർഷം സമാനമായിട്ടുള്ളൊരു മീറ്റിംഗ് നടത്തിയിരുന്നു, പക്ഷെ വേണ്ടത്ര വിജയിച്ചില്ല. നമ്മൾ ഒന്നും നടന്നില്ല എന്ന് വിചാരിച്ചിട്ട് എന്നേക്കുമായി നിർത്തുക എന്നല്ലല്ലേ. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് നോക്കുക. ഇപ്പം നമ്മൾ ആദ്യം ഫെൻസിങ് മാത്രമായിരുന്നു, പക്ഷേ പിന്നെ പലപ്പോഴും നല്ലതെന്ന് കണ്ട് അതുകൊണ്ടാണ് നമ്മൾ സോളാർ ഫെൻസിങ്ങിലേക്ക് പോയത്. അപ്പോൾ അതൊക്കെ ഈ ഒരു മാസം കൊണ്ട് എന്തൊക്കെ തീർക്കാൻ കഴിയും, എന്തൊക്കെ ചെയ്യിക്കാൻ കഴിയുന്നൊരു ടൈം ടേബിൾ ഉണ്ടാക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നേര്യമംഗലം മേഖലയിൽ, അതായത് DFO മൂന്നാറിൻ്റെ കീഴിൽ വരുന്ന നേര്യമംഗലം മേഖലയിൽ 947 ആളുകൾ കയ്യേറ്റ പട്ടികയിലാണ് വനവകുപ്പിൻ്റെത്. അതായത് 978 കുടുംബങ്ങൾ കയ്യേറ്റ പട്ടികയിൽപ്പെടുത്തിയിരിക്കുകയാണ്. പലർക്കും 30-ലേറെ ആളുകൾക്ക് പട്ടയമുണ്ടായിരുന്നുള്ളത് വളരെ വ്യക്തമായി നമ്മൾ ഇന്നലെ അന്വേഷിക്കുകയും കാണുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ പട്ടയമുള്ളവരെങ്ങനെ ഈ കയ്യേറ്റ പട്ടികയിൽ വന്നു എന്നുള്ളത് വലിയ ചോദ്യം. ഇത് ഏത് ജോയിന്റ് സർവേ നടത്തിയിട്ടില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ സർവേ നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് വനംവകുപ്പിന്റെ കണക്കുകളില്ല, റവന്യൂ വകുപ്പിന്റെയും ഇത് സംബന്ധിച്ചുള്ള കണക്കുകളില്ല. പിന്നെ എങ്ങനെയാണ് അവർ കയ്യേറ്റക്കാരായി വന്നത്? അവർ കയ്യേറ്റക്കാരെന്ന് ഞങ്ങളാരും വിളിച്ചിട്ടില്ലല്ലോ. പക്ഷേ അത് ഗവൺമെൻറ് അങ്ങനെ വിളിച്ചിട്ടില്ല. ഗവൺമെൻറ് ഇവർ അല്ല ആയിക്കോട്ടെ ഗവൺമെൻറ് വനം വകുപ്പിൻ്റെ പറയുന്നത് അത് മുഴുവൻ ഏറ്റുപാടി പറയലല്ലോ. ഗവൺമെൻറ് ഉണ്ട്, പക്ഷെ അത് അതിൽ തന്നെ അങ്ങനെ തന്നെ അതാ നമ്മൾ സത്യം മറച്ചു വെച്ചാൽ നാളെ വിവരാവകാശ കമ്മീഷനിൽ നിങ്ങൾ പോയാൽ മന്ത്രി നിയമസഭയിൽ കളവ് പറയുന്നത് പറയില്ലേ? അതെ, അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനും പറഞ്ഞത്. ഔദ്യോഗികമായി ഇപ്പോഴങ്ങനെയാണ്. പക്ഷേ പട്ടയം ലഭിച്ചവർ പല സ്ഥലത്തുമുണ്ട്. പട്ടയം ലഭിക്കുകയും എന്നാൽ അവർക്ക് മറ്റവകാശങ്ങളും അധികാരങ്ങളും ഇല്ലാതിരിക്കുകയും ചെയ്യുന്നൊരു കേസ് ഒരു സങ്കീർണമായ ഒരു കാര്യമാണ്. അത് വനം വകുപ്പ് മാത്രമല്ല ചിലപ്പോൾ റവന്യൂ വകുപ്പും വേണ്ടിവരും, മുഖ്യമന്ത്രിയുടെ തന്നെ നേതൃത്വത്തിലുള്ള ഒരു ചർച്ചയും ഒരു ക്യാബിനറ്റ് തീരുമാനവും വേണ്ടി വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതെ, അല്ല ഞാനത് വിവരാവകാശ കമ്മീഷൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് തെറ്റാണോ? രണ്ടും ഒന്നല്ലേ? യെസ്, അല്ല അങ്ങനെ അതൊരു തർക്കാക്കാനല്ല. അതിനെങ്ങനെ വരുമ്പോൾ എന്താ പരിഹരിക്കാമെന്നല്ലേ ആലോചിക്കണ്ടേ? തർക്കത്തിൽ വനം വകുപ്പ് ജയിച്ചോ അല്ലെങ്കിൽ വനം വകുപ്പ് തോറ്റോ എന്നുള്ളതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് തർക്കമല്ല വേണ്ടത്. ഒരു പ്രശ്നം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അതിൻ്റെ ഗൗരവാവസ്ഥ മനസ്സിലാക്കി ഇടപെടുകയും ഏതൊക്കെ കേന്ദ്രങ്ങളുമായാണോ ബന്ധപ്പെട്ട് പരിഹാരം കാണാനുള്ള ചർച്ചകൾ നടത്തേണ്ടത്
നടപടികൾ സ്വീകരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ കാര്യത്തിൽ അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ തന്നെ വേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പ്രശ്നത്തിൽ ഒരു ചർച്ച വിളിക്കുമോ അതോ മുഖ്യമന്ത്രിയുടെ സ്ഥാനം? തീർച്ചയായും ഞാൻ ഇന്നത്തെ ഈ പരിപാടി കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയോട് ഇടുക്കി ജില്ലയിലെ പ്രശ്നങ്ങൾ ഞങ്ങൾ ഇന്നലെ ഇന്ന് ചർച്ച ചെയ്തു. ഇതൊക്കെയാണ് പ്രധാന പ്രശ്നങ്ങൾ. അതിൽ മുഖ്യമന്ത്രിയുടെ ഭാഗം എന്താണ്, റവന്യൂ മന്ത്രിയുടെ ഭാഗം എന്താണ്, ഇറിഗേഷനോ വൈദ്യുതി എന്തെങ്കിലും ഉണ്ടോ, അപ്പോൾ അതും കൂടി നോക്കും. അത് നമ്മുടെ ഈ തീവ്രയജ്ഞ പരിപാടിയിലൂടെ എല്ലാ പഞ്ചായത്തിലെയും പ്രശ്നങ്ങൾ കൂടിയിരിക്കുകയാണ്. എന്തായാലും എല്ലാ ആശങ്കയും അവസാനിച്ചു എന്നൊരു അവകാശവാദം ഞാൻ ഉന്നയിക്കില്ല. എന്നാൽ കഴിഞ്ഞൊരു 3-4 മാസമായി കുറഞ്ഞു വരികയായിരുന്നു. ആ ട്രെൻഡിൽ നിന്ന് മാറി പുതിയൊരു ട്രെൻഡിലേക്ക് വീണ്ടും വരികയാണോ എന്നൊരു ഉത്കണ്ഠ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. പരിപാടി അല്പം കൂടി നേരത്തെ ആക്കേണ്ടിയിരുന്നില്ലേ? ഇത് തെരഞ്ഞെടുപ്പ് അടുക്കുന്ന അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോഴല്ലേ ഇത്തരമൊരു പരിപാടിയിലേക്ക് പോകുന്നത്? ഇത്രയും തെരഞ്ഞെടുപ്പ് വരുന്നോ വരുന്നില്ലേ നോക്കിയിട്ടല്ലോ. വലിയ തോതിൽ കഴിഞ്ഞ കാലങ്ങളിൽ അല്ല, അത് ലഘൂകരിച്ച് വന്നല്ലോ. ഒരു 3-4 മാസം ലഘൂകരിച്ച് വന്നല്ലോ, ഒരു ട്രെൻഡ് വന്നല്ലോ. പക്ഷെ ആ ട്രെൻഡിൽ അല്ല എന്തായിക്കോട്ടെ, ഇതും സ്വാഭാവികമായിരിക്കാം. കാരണം എന്ത് തന്നെയായാലും അതിൻ്റെ ഒരു ഗൗരവം കുറഞ്ഞു വരുന്നതായിട്ടാണ് നമുക്ക് തോന്നിയിരുന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ വീണ്ടും മറ്റൊരു ട്രെൻഡിലേക്ക് കടക്കുകയാണ്. ആ ഘട്ടത്തിൽ അത് ഗൗരവമായി കാണാൻ തന്നെയാണ് എല്ലാ ജില്ലയിലും പോകുന്നത്.